ഇങ്ങനെ ഒരു ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ പനിയൊക്കെ പമ്പ അടക്കം കേട്ടോ. അപ്പം എല്ലാ വീട്ടിലും ഇപ്പം നോക്കാന്നുണ്ടെങ്കിൽ പനിയാണ്. അപ്പം പനിയുടെ ഒരു സീസണാണെന്ന് തോന്നുന്നു. നല്ല പനി അങ്ങോട്ട് വരും, പിന്നെ അങ്ങോട്ട് ചുമയാവുക, ഒരിക്കലും മാറാത്ത ഒരു ചുമ, പിന്നെ എന്നുണ്ടെങ്കിൽ നല്ല കഫക്കെട്ട്. അപ്പോൾ ഇങ്ങനൊരു ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിക്കാന്നുണ്ടെങ്കിൽ ഈ പനിയും ചുമയും കഫവും ഒക്കെ മാറിക്കിട്ടും. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ഔഷധ ചെടിയെ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മുട്ടുവേദനയ്ക്ക് പറ്റിയതായ നമ്മുടെ കരിനച്ചി ഇല വെച്ചിട്ട് നമ്മുടെ സർവ്വവേദനകളും, പ്രത്യേകിച്ചും മുട്ടിൻ്റെ വേദനകൾ, നാഡീവേദനകൾ, സന്ധിവേദനകളൊക്കെ മാറാനായിട്ട് ഉള്ളതായ ഒരു വിദ്യ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊക്കെ ഉണ്ടെന്ന് കണ്ടു നോക്കാം. പിന്നെ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇല വെച്ചിട്ട് നല്ല കാപ്പി ഉണ്ടാക്കി കുടിച്ചാൽ പനിക്കും നല്ലതാണെന്ന്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് ഐറ്റങ്ങൾ ചേർത്തിട്ട് അതെല്ലാം നമ്മുടെ പ്രകൃതിയിൽ തന്നെ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്നതായ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ കാപ്പി ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് കിച്ചണിലോട്ട് പോകാം. അപ്പോൾ ഈ കാപ്പി പനിയുള്ളവർക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും കുടിക്കാം. നമുക്ക് നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് ഏറ്റവും നല്ലതാണ് ഈ കാപ്പി ഉണ്ടാക്കി കുടിക്കുന്നത്. ഇടയ്ക്കൊക്കെ നമ്മൾ ഈ കാപ്പി ഉണ്ടാക്കി കുടിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്കത് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ പനിക്ക് വേണ്ടിയിട്ടുള്ളതായ ഈ കഷായം ഉണ്ടാക്കുന്നതിന് 10 സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും അറിയാവുന്ന തുളസിയില എടുത്തിട്ടുണ്ട്. ഇപ്പം തുളസിയിലയുടെയൊക്കെ ഗുണം എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പറയാതെ തന്നെ അറിയാം. ചുമയ്ക്കും കഫത്തിനും എല്ലാം ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ പനിക്കൂർക്ക, അതും അറിയാമല്ലോ. പിന്നെ കരിനച്ചിയില, അത് നല്ല അടിപൊളി സാധനമാണ്. കരിനച്ചിയില നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, കരിനച്ചിയുടെ ഗുണങ്ങളെക്കുറിച്ച്. മുട്ടുവേദനയ്ക്കും സന്ധിവേദനയ്ക്കും നടുവേദനയ്ക്കും വായ്പുണ്ണിനും ഒക്കെ നല്ലതാണ് നമ്മുടെ കരിനച്ചിയില എന്ന് പറയുന്നത്. പിന്നെ കുരുമുളകാണ് എടുത്തിരിക്കുന്നത്, 1/2 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. അപ്പം കുരുമുളക് പൊടി വേണമെങ്കിലും ചേർക്കാം. പിന്നെ നല്ലൊരു കഷ്ണം ചുക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ 3 ഏലയ്ക്ക, 3 ഗ്രാമ്പു, 2 കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ജാതിപത്രിയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടിയത്. പിന്നെ മെയിനായിട്ട് വേണ്ടിയത് കരിപ്പെട്ടി. ഇപ്പം മധുരവും കൂടെ വേണമല്ലോ, എങ്കിലേ അത് കുടിക്കാൻ പറ്റത്തുള്ളൂ. അതല്ല കരിപ്പെട്ടി വേണ്ടെന്നുള്ളവർക്ക് പനങ്കൽക്കണ്ടോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ചേർക്കാവുന്നതാണ്. അപ്പം ഈ സാധനങ്ങളൊക്കെ ചതയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം ചതച്ചതിന് ശേഷം നമ്മൾ 1 ലിറ്റർ വെള്ളത്തിനകത്താണ് ഇത് തിളപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം പൊടിക്കാനുള്ളതെല്ലാം നമുക്കൊന്ന് പൊടിക്കാം. ഒരുപാട് പൊടിക്കണമെന്നല്ല, ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. ചുക്ക്, അതുപോലെ ജാതിപത്രി, തടി, നമ്മുടെ ഏലയ്ക്ക, കുരുമുളക്, ഇതെല്ലാം കൂടെ ഒന്നിട്ട് നമ്മുടെ ഇടികല്ലിനകത്തോട്ടിട്ടൊന്ന് പൊടിക്കാം. അപ്പോൾ ഇതിലേക്ക് നല്ലതുപോലെ കഴുകിയിട്ടെടുക്കണം. നമ്മുടെ പറമ്പിൽ നിന്ന് എടുത്തതാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അതിനകത്ത് ചിലന്തിയൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് കഴുകി നോക്കിയിട്ടൊക്കെ വേണം ഇലയൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് പിച്ചിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കരിപ്പെട്ടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളവിടെ പൊടിച്ച് വെച്ചിരിക്കുന്ന എല്ലാം പൊടിച്ചിട്ടുണ്ട്, അതും കൂടെ അതിനകത്തോട്ട് ഇടാം. ഇനിയെന്ന് പറഞ്ഞാൽ ഇതിന് നന്നായിട്ട് തിളപ്പിക്കണം. നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് തീ കുറച്ചിട്ടിട്ട് നമ്മൾ ഇത് നന്നായിട്ട് വേവിക്കണം. ഇനി നമുക്കത് ഗ്യാസിലോട്ട് വയ്ക്കാം, അത് തിളക്കട്ടെ. അപ്പം നല്ലൊരു മണം വരുന്നുണ്ട്. നമ്മുടെ ചുക്ക് കാപ്പി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കരിപ്പൊട്ടി എല്ലാം അതിനകത്ത് അലിഞ്ഞ് ചേർന്നു. പക്ഷേങ്കിൽ ഇത് നന്നായിട്ട് ഇലയും നമ്മളിട്ട സാധനങ്ങളെല്ലാം നന്നായിട്ടൊന്ന് വേവണം. അപ്പം അതിന് വേണ്ടിയിട്ട് തീ കുറച്ചിട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് അങ്ങനെ ഇരുന്നൊന്ന് വേവട്ടെ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാപ്പി ഒന്ന് തുറന്ന് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പം മധുരം കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാം, അതല്ല അത്രയും മധുരം മതി എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. അതുപോലെ തന്നെ കുരുമുളകിൻ്റെ എരിവും കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. ഇനി കുറച്ച് ഒരു 10 മിനിറ്റും കൂടെ ഇരുന്നിട്ട് നമ്മൾ 1 ലിറ്റർ വെള്ളം വെച്ചത് ഒരു 1/2 ലിറ്റർ വെള്ളം ആക്കി എടുക്കാമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഈ കാപ്പിയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. അപ്പം കുറച്ചും കൂടെ ഇരുന്ന് പറ്റണം ഇത്, എങ്കിൽ ആ കാപ്പിയുടെ എല്ലാം നമ്മൾ അതിനകത്ത് ഇട്ട സാധനങ്ങളുടെ എല്ലാം സത്ത് അതിനകത്തോട്ട് ഇറങ്ങത്തുള്ളൂ. അപ്പം നമ്മുടെ കാപ്പി വീണ്ടും ഒന്ന് തുറന്ന് നോക്കാം. അപ്പം ആകെ ഒരു അരമണിക്കൂറോളം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കാപ്പി 1 ലിറ്റർ പറ്റി 1/2 ലിറ്ററോളം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം.
എന്നിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇനി നമുക്ക് അരിച്ചെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒരു ട്രിപ്പ് കൂടെ നമുക്ക് ഉണ്ടാക്കി കുടിക്കാം. കുറച്ചുകൂടെ സാധനങ്ങൾ ചേർത്താൽ മതി കേട്ടോ. ഇതൊരു രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമായിട്ടൊരു കപ്പ് വീതം അങ്ങോട്ട് കുടിക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ പനിയൊക്കെ പമ്പ കിടക്കും. നമ്മുടെ തൊണ്ടവേദന, തൊണ്ടക്കരകരപ്പ്, ശ്വാസം മുട്ടൽ എന്ന് വേണ്ട എല്ലാം മാറിക്കിട്ടും കേട്ടോ. ഒരു 2 ദിവസം ഇങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോവേണ്ടിയേ വരത്തില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കാപ്പി ഉണ്ടാക്കുന്ന വിധം കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലതാണ്. നമ്മുടെ ശരീരം വേദനയ്ക്കും ഒക്കെ നല്ലതായ ഈ കാപ്പി ഉണ്ടാക്കി കുടിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഈ 3 ഇലകളുണ്ടല്ലോ, കരിനച്ചി ഇല, പിന്നെ അതുപോലെ തന്നെ തുളസി ഇല, നമ്മുടെ പനിക്കൂർക്ക ഇല, ഇതിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് ആവിയും കൂടെ കൊള്ളുകയെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ വീടിൻ്റെ പടികലോട്ട് പനി വരത്തേയില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നല്ലൊരാശ്വാസമാണ് നമുക്ക് പനിക്ക് കിട്ടുന്നത്. അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലുമൊക്കെ പനി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇതിനിടയ്ക്ക് കൂടെ പറയാനുള്ളത്, ഇപ്പോൾ ഇങ്ങനെയുള്ളതായ ഔഷധ ചെടികളൊക്കെ നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടോ അല്ലെങ്കിൽ ഗ്രോ ബാഗിനകത്തോ ചട്ടിയിലോ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് നട്ടുപിടിപ്പിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ ഇതൊന്നും തേടി നടക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ ചുറ്റുപാടും തന്നെ, നമ്മുടെ പറമ്പിൽ തന്നെ പല സസ്യങ്ങളും ഔഷധ ചെടികളാണ്. അപ്പം അതൊന്നും നമ്മൾ വെറുതെ ചവിട്ടി തേച്ച് കളയാതെ നന്നാക്കി എടുക്കാനുള്ളതിനെയൊക്കെ നന്നാക്കി എടുത്ത് വളർത്തി എടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.